നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്പെഡാക്സ് ദൗത്യം ഇനിയും വൈകും, പൂർത്തിയാക്കാൻ തിടുക്കമില്ലെന്ന് വി നാരായണൻ. ഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വായത്തമാക്കാനുള്ള ഇന്ത്യയുടെ സ്വപ്ന ദൗത്യമായ സ്പെഡാക്സ് ദൗത്യം വൈകുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. കരുതലോടെ മാത്രമേ മുന്നോട്ടു പോകാനാവുകയുള്ളൂ എന്നും ദൗത്യം പൂർത്തിയാക്കാൻ തിടുക്കമില്ലെന്നും വി നാരായണൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഡോക്കിങ്ങിനായി ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം കുറച്ചത്. നിലവിൽ ഉപഗ്രഹങ്ങൾ സുരക്ഷിതമായ അകലത്തിലാണെന്നും ഡേറ്റകൾ പരിശോധിച്ചതിന് ശേഷം ഡോക്കിംഗ് പ്രക്രിയ തുടരുമെന്നും ISRO അറിയിച്ചിരുന്നു. പത്രങ്ങളിലടക്കം ചരമവാർത്ത നൽകി. മരിച്ചെന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റിയ വയോധികന് ജീവന്റെ തുടിപ്പ് കണ്ടെത്തി. കണ്ണൂർ പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രനെയാണ് മരിച്ചെന്ന് കരുതി മോർച്ചറിയിലേക്ക് കൊണ്ടുപോയത്. മംഗളൂരു ഹെഡ്ഗെ ആശുപത്രിയിലെ വെന്റിലേറ്ററിലുണ്ടായിരുന്ന രോഗിയാണ് ഇന്നലെ രാത്രി കണ്ണൂരിലേക്ക് കൊണ്ടുവന്നത്. പ്രാദേശിക ജനപ്രതിനിധികൾ സാക്ഷ്യപ്പെടുത്തതിന്റെ ഭാഗമായായിരുന്നു ആശുപത്രിയിൽ മോർച്ചറി അനുവദിച്ചത്. ഇയാളെ മോർച്ചറിയിലേക്ക് മാറ്റുമ്പോൾ അറ്റൻഡറാണ് ജീവനുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. തൊട്ടു പിന്നാലെ രോഗിയെ ICUവിലേക്ക് മാറ്റുകയായിരുന്നു. പവിത്രൻ മരിച്ചെന്ന് ദിനപത്രങ്ങളിലും വാർത്ത വന്നിരുന്നു. ജല്ലിക്കെട്ടിനിടെ കാളയുടെ കുത്തേറ്റു, യുവാവിന് ദാരുണാന്ത്യം. മധുര വിലങ്ങുടി സ്വദേശി നവീൻകുമാറാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. 114 പേർക്ക് പരിക്കേറ്റു. 12 പേരുടെ പരിക്ക് ഗുരുതരമാണ്. ഇവരെ രാജാജി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്പെഷ്യൽ പോലീസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർക്കും 2 കോൺസ്റ്റബിൾമാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ജല്ലിക്കെട്ട് മൈതാനത്തെ ബാരിക്കേഡുകൾ തകർന്നാണ് ഇവർക്ക് പരിക്കേറ്റത്. ജല്ലിക്കെട്ട് മൈതാനത്തേക്ക് ഇരച്ചു കയറിയ കാള നവീന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ മെഡിക്കൽ സംഘം രക്ഷിച്ച് ചികിത്സയ്ക്കായി രാജാജി സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ചികിത്സയ്ക്കിടെ നവീൻ മരിക്കുകയായിരുന്നു. ആവണിയാപുരത്ത് നടന്ന ജല്ലിക്കെട്ടിനിടെയാണ് സംഭവം. പീച്ചി ഡാം അപകടം, ഒരു പെൺകുട്ടി കൂടി മരിച്ചു, മരണം 3ആയി. തൃശൂർ പീച്ചി ഡാം റിസർവോയർ അപകടത്തിൽ മരണം 3ആയി. റിസർവോയറിൽ വീണ് ചികിത്സയിലായിരുന്ന ഒരു പെൺകുട്ടി കൂടി മരിച്ചു. പട്ടിക്കാട് സ്വദേശിനി എറിനാണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. +1 വിദ്യാർത്ഥിനിയാണ് എറിൻ. അലീന, ആൻഗ്രേസ് എന്നിവർ നേരത്തെ മരിച്ചിരുന്നു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. പീച്ചി സ്വദേശിനി നിമ ഗുരുതരാവസ്ഥ തരണം ചെയ്തെങ്കിലും ചികിത്സയിൽ തുടരുകയാണ്. മദ്യപിച്ച് ബസ് ഓടിച്ചു, KSRTC തലശ്ശേരി ഡിപ്പോയിലെ ഡ്രൈവർ അറസ്റ്റിൽ. കണ്ണൂർ തലശ്ശേരിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച KSRTC ബസ് ഡ്രൈവർ അറസ്റ്റിൽ. തലശ്ശേരി ഡിപ്പോയിലെ ഡ്രൈവർ കാസർഗോഡ് സ്വദേശി ബലരാജനാണ് പിടിയിലായത്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന KSRTC ബസിന്റെ ഡ്രൈവറാണ് ബലരാജൻ. ചൊവ്വാഴ്ച വൈകിട്ട് തലശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടിയിരുന്ന ബസ് സർവീസ് ആരംഭിക്കുന്നതിനായി ബസ് KSRTC ഡിപ്പോയിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നതിനിടെയായി അപകടം സംഭവിച്ചിരുന്നു. സ്റ്റാൻഡിലേക്ക് വരികയായിരുന്ന ബസ് ഒരു കാറിൽ ഇടിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. പരിശോധനയിൽ ഡ്രൈവർ ബലരാജ് മദ്യപിച്ചെന്ന് വ്യക്തമായതോടെ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് തന്നെ പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു.